അഡ്വക്കേറ്റ് അല്ലേ? എങ്ങനെയാണ് ഒരു ഒന്നും നടക്കുക സബ് ജുഡീസ് ആയ ഒരു കാര്യം ഇങ്ങനെ നിങ്ങൾക്ക് ഒരാൾ ഗൽറ്റിയാന്ന് പറയാൻ പറ്റിപ്പോ? അണ്ടർ ഈസ് ഗൽറ്റി ഈസ് പ്രൂവ്. ഒരാൾ എങ്ങനെയാ നിങ്ങൾ ഗൽറ്റി എന്ന് പറയാൻ പറ്റും? നിങ്ങൾ പ്രാക്ടീസിംഗ് ലോയർ അല്ലേ? ഒരു പ്രാക്ടീസിംഗ് ലോയർ അല്ല. റിമാൻഡ് ചെയ്താൽ അയാൾ പ്രതിയാവോ? അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് കേസ് റിമാൻഡ് ചെയ്യപ്പെട്ടവരാണ്. കേസിൽ റിമാൻഡ് ചെയ്താൽ മാത്രമേ അയാൾ പ്രതിയാവില്ല. ആ ഒരു മിനിമം നോളജ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. Look, Mr. Matthew Goyalnadan. Look, Mr. Matthew Goyalnadan. If you are confident, you rule it on this point. If there is anything which stops me from nobody is guilty until his guilty is proved. കേട്ടാ, ആ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ലോയറാണ്, ഞങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തില്ല. പക്ഷേ ബേസിക് സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളുടെ ഗിൽറ്റി പ്രൂവ് ചെയ്യുന്നവരെ nobody is guilty until his guilty is proved. കേട്ടാ, ആ ഒരു മിനിമം ധാരണയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ ചോദിക്കുന്നത് സ്പീക്കർ സാർ പറഞ്ഞാൽ മതി. അങ്ങനെ റിമാൻഡ് ചെയ്യപ്പെട്ട പല മെമ്പർമാരിവിടെ ഉണ്ട്. എല്ലാവരും പ്രതികളാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഒരാളും പ്രതിയാവില്ല. റിമാൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാവില്ല. ആ ഒരു ബേസിക് നോളജ് എങ്കിലും ശ്രീ മാത്യു ഗോയൽനാടൻ ഉണ്ടാവണം. നിങ്ങൾ പ്രാക്ടീസിംഗ് ലോയറാണ്. ആ ഒരു ബേസിക് ധാരണ ഉണ്ടാവണം. എപ്പോഴും ഈ ലോയെ കുറിച്ചുള്ള ഒരു അതോറിറ്റി എന്ന രീതി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇന്നലെ സംസാരിച്ചു 20 മിനിറ്റ് സംസാരിച്ച് ഉത്തരം പറഞ്ഞോ? ഉത്തരം കേൾക്കാൻ നിങ്ങൾ നിന്നോ? അല്ല, ഒരു സെക്കൻഡ്. ഇന്നലെ 20 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചു ഫ്ലോറിൽ. നിങ്ങൾ ഉത്തരം കേൾക്കാൻ നിന്നോ? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇല്ലല്ലോ, ഇറങ്ങിപ്പോകല്ലേ ചെയ്തത്. അതുകൊണ്ട് സമയം നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല.